വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ആവോലി കറി എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ 1/2 കിലോ ആവോലിയാണ് എടുത്തിട്ടുള്ളത്. ഒരു മൺചട്ടി എടുക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കൊടംപുളി നന്നായി കഴുകി ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കൊടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആ കുതിർത്തി വെച്ച് നല്ല വെള്ളത്തിലാണ് കുതിർത്തി വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ആ വെള്ളം കൂടി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് കുറച്ച് ചെറിയൊരു തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയൊരു തിള വരുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പം ഞാൻ ഈ കറിയിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇനി ഈ തേങ്ങാപ്പാൽ തിളച്ച് വരണം. ഇത് നമ്മുടെ മീൻകറി തേങ്ങാപ്പാലൊക്കെ നന്നായി തിള വന്നു. നമുക്ക് നമ്മുടെ ആവോലി മീൻ ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ആവോലി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് മീൻ കറി കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഫിഷ് കുക്കായി വരും. അപ്പോൾ നമ്മുടെ നല്ല ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം. അതിന് നമ്മൾ ഈ കറി ഇപ്പം നമ്മുടെ ആവോലി കറി നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കാച്ചി കൊടുക്കാം. നമ്മൾ നന്നായി ചുറ്റി വയ്ക്കുകയാണ്. നമുക്ക് കറി കാച്ചാം. കറി കാച്ചാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ എടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ചെറുതായി അരിഞ്ഞ ചെറുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 5-6 ചെറുള്ളി ഉണ്ടാവും. അത് നന്നായി നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മൊരിഞ്ഞ് വരണം. അതായത് ഒരു ഗോൾഡൻ കളറ് ആവണം. നന്നായി ഇത് വഴറ്റി ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് നമുക്ക് വരും. ചേർത്ത് നമുക്ക് കുറച്ച് നമ്മുടെ കറി ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി ചുറ്റി, അപ്പോൾ ഒരു ചെറിയ സൗണ്ടൊക്കെ വരും. അതൊക്കെ അതും കൂടി ആക്കി അടച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് കറി അടച്ചു വയ്ക്കുക. കഴിക്കാറാകുമ്പോൾ ഒന്നുകൂടിയും അതൊന്ന് മിക്സ് ചെയ്തിട്ട് കറി എടുക്കാം. അപ്പോൾ നമ്മുടെ ആവോലി കറി സൂപ്പർ ടേസ്റ്റി ആവോലി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. Thank you so much. Thank you for